ഗൗഡ സാരസ്വത ബ്രാഹ്മണ വിഭാഗം ആരംഭിച്ച സ്വകാര്യ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സമുദായത്തിന് തന്നെ വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1963 തറക്കല്ലിട്ട ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത് തിരുമല ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചാണ്. അന്നത്തെ ഇടത് സർക്കാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണ വിഭാഗത്തെ കബളിപ്പിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് സ്വന്തമാക്കിയതെന്നും സമുദായാംഗങ്ങൾ ആരോപിക്കുന്നു. 40 വർഷത്തിലധികം തിരുമല ദേവസ്വത്തിന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ നാഗേന്ദ്ര പ്രഭുവാണ് സ്വകാര്യ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ സ്ഥാപിച്ചത്. 1961 അന്നത്തെ സർക്കാരിൽ നിന്ന് മെഡിക്കൽ കോളേജ് വാങ്ങാൻ അനുവാദം വാങ്ങി. തുടർന്ന് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായാംഗങ്ങളിൽ നിന്നും കാണിക്ക വഴി ഫണ്ട് സ്വരൂപിച്ചു. 1963 മാർച്ചിൽ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടു. പിന്നീട് വണ്ടാനത്ത് തിരുമല ദേവസ്വം 140 ഏക്കർ സ്ഥലം കോളേജിനായി വാങ്ങി. മെഡിക്കൽ കോളേജിന്റെ കെട്ടിടങ്ങളും ഹോസ്റ്റലും നിർമ്മിക്കാനുള്ള പണം നൽകിയത് തിരുമല ദേവസ്വമായിരുന്നു. എന്നാൽ അന്ന് ഭരണത്തിലിരുന്ന ഇടത് സർക്കാർ തിരുമല ദേവസ്വത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് പിടിച്ചെടുക്കാൻ പല നിർദ്ദേശങ്ങളും വെച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കൊങ്ങിണി സമുദായത്തിന് സർക്കാർ യാതൊരു പരിഗണനയും നൽകിയില്ല എന്നു മാത്രമല്ല 40 ലക്ഷം രൂപ സർക്കാരിൽ അടയ്ക്കാൻ പറഞ്ഞ് സമ്മർദ്ദത്തിലുമാക്കി. പണമില്ലാത്തതുകൊണ്ട് സർക്കാരുമായി 1 വർഷത്തിലധികം തിരുമല ദേവസ്വം അധികാരികൾ ചർച്ച നടത്തി. എന്നാൽ ഫലമുണ്ടായില്ല. അങ്ങനെ 1973 സർക്കാർ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് പിടിച്ചെടുത്തു. തിരുമല ദേവസ്വം അമ്പലത്തിൽ നിന്നും 25 ലക്ഷം രൂപ ഇതിനുവേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നൽകുകയും പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും 5 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങൾ സർക്കാർ പറഞ്ഞുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ ഉടമസ്ഥയിലാക്കുകയും പാവപ്പെട്ട ഈ സമുദായത്തെ ഈ പകൽ കൊള്ള അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും വീരപ്പൻ പോലും ഇങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെ ഈ സമുദായത്തിലെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ആരംഭിച്ചിട്ടുള്ള ഈ കോളേജ് ഇവരെ പറ്റിച്ചുകൊണ്ടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് അവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ വോട്ട് ബാങ്ക് അല്ലാത്തതും സമുദായത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളില്ലാത്തതുകൊണ്ടും 140 ഏക്കർ സ്ഥലവും 25 ലക്ഷത്തിലധികം രൂപയും അവർക്ക് നഷ്ടമായി. സമുദായത്തിലെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന അഡ്മിഷനും ജോലിയും ഇല്ലാതായി. മെഡിക്കൽ കോളേജ് വീണ്ടും ദേവസ്വത്തിന് ലഭിക്കാനായി 2013 ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. മറ്റു സമുദായക്കാർ ആരും തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് പല ത്യാഗങ്ങളും സഹിച്ച് ഗൗഡ സാരസ്വത ബ്രാഹ്മണർ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതെന്നും സമുദായാംഗങ്ങൾ പറയുന്നു. ജനം, കൊച്ചി.